നമ്മളെ യാത്ര തുടരുകയാണ്. എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു യാത്ര ഏതാ? എൻ്റെ ഒരു ലൈഫിലെ മറക്കാനാവാത്തൊരു യാത്ര. അങ്ങനെ ചോദിച്ചാൽ അതിൽ വേറെ കുറെ റിസ്ക് എലമെന്റ്സ് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. അതായത് സന അറിയാൻ പാടില്ലാത്ത യാത്രകളല്ലേ? അറിയാൻ പാടില്ല. കൂട്ടാണ്ട് ഞാൻ യാത്ര പോയിട്ടില്ല. ഞാൻ പറയുന്നത് സാനനെ കൂട്ടാണ്ട് യാത്ര പോയിട്ടില്ലാന്നോ? എത്താ ചെങ്ങായിയാണ്. ഉദാഹരണമായിട്ട് ഞാനിപ്പോ ഈജിപ്തിക്ക് പോയ യാത്രയാണ് പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൻസി എഫക്ട് കൊണ്ട് ഞാൻ പറയുകയാണെങ്കിലോ, റീസൻസി എഫക്ട് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അറിയാം എന്താ റീസൻസി എഫക്ട്. നിങ്ങൾ പറഞ്ഞു കൊടുക്കി. ഞാനേ ഇതേപോലെ റീസൻസി എഫക്ട് പറഞ്ഞപ്പോ പിന്നെ എന്റെ സാറില്ലേ നവേദ് സാറ് പ്രൊഫസർ, അപ്പൊ മൂപ്പര് പറഞ്ഞ പോലെ ഒരു സൗത്ത് ആഫ്രിക്കൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ചോദിച്ചു, സാർ ഇപ്പൊ 20 രാജ്യം പോയില്ലേ, സാറിന് ഇത്രയും കാലം പോയതിൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് പറയാണ്, ചിലപ്പോ സൗത്ത് ആഫ്രിക്ക തന്നെ ആവണം എന്നൊന്നുമില്ല, എന്റെ റീസൻസി എഫക്ട് കൊണ്ട് എനിക്ക് തോന്നുന്നതും ആവാം. അപ്പോളെ ഞാൻ ആലോചിച്ചെന്താ അറിയോ, സൈക്കോളജിയില് നമ്മള് മെമ്മറിയിൽ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് റീസൻസി എഫക്ട്, പ്രൈമസി എഫക്ട്, റീസൻസി എഫക്ട്. എന്താന്നൊന്ന് പറയും. പ്രൈമസി എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ, അപ്പം വേറൊന്ന് പ്രൈമസി എഫക്ട് എക്സാമ്പിൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ നിങ്ങൾ ഉച്ചക്ക് നമ്മള് സംസം ബിരിയാണി കഴിച്ചപ്പോ നിങ്ങള് പറഞ്ഞില്ലേ എന്റെ അടുത്ത് ഫോട്ടോകൾ കാണിച്ചിട്ട്, പ്രൈമസി എഫക്ട് അല്ലേ അതോ റീസൻസി ആണോ? പ്രൈമസിയോ റീസൻസിയോ? അത് പ്രൈമസി എഫക്ട് ആയിരിക്കും. അത് ആദ്യത്തത് വെച്ചിട്ട് പ്രൈമസി എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തേതിന്റെ എഫക്ട്. റീസൻസി എഫക്ട് പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് നടന്ന സംഭവത്തിന്റെ എഫക്ട്. അതായത് നമ്മളിപ്പോ ഒരു സാധനം ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം സംഭവിച്ചത് എന്താണോ അത് നമ്മളിൽ എന്ത് ചെയ്യും, കൂടുതൽ ഓർമ്മ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. വേറൊരു കാര്യം, യാത്രയുടെ കേസിൽ ഇപ്പൊ ഞാൻ നമ്മള് ലഡാക്ക് പോയില്ലേ, നമ്മള് ലഡാക്ക് പോയ ഇത് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ലഡാക്ക് എന്നെ എന്താ പറയാ ഇതാക്കി അത്ര സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചത്ര ഇഷ്ടപ്പെടുത്തിയത്ര പിന്നെ വേറെ ഒന്നും ഇഷ്ടപ്പെടുത്തിയിട്ടില്ല. അതിന്റെ മോനെ ആണോ? അങ്ങനെ തന്നെയാണോ? അത് ലഡാക്കിന്റെ ഒരു പ്രത്യേകത. ലോകത്ത് നമ്മള് എവിടെ പോയാലും നമ്മൾ ആ ഹിമാലയത്തിൽ പോവാൻ ലഡാക്ക് യാത്ര, സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് ഫ്ലൈറ്റ് ജേർണി, ഹിമാലയത്തിന്റെ മേലെ കൂടെയുള്ള വിമാനത്തിലുള്ള പറക്കൽ മുതൽ തുടങ്ങി. സക്കീർ ഭായിനോടെ ഞാൻ അങ്ങനെ ലഡാക്കിന്റെ മഹത്വം പറയാ, യാത്രേന്റെ സാധനം മൂപ്പർ പറഞ്ഞേ, എത്താപ്പൊ ലഡാക്കിലുള്ളത്, ലഡാക്കിൽ അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ, വെറുതെ തള്ളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് രസേനി, ആ ബസ്സിൽ ഇങ്ങനെ പോകുന്നു, വർച്ചൽ ബാരച്ച പാസ് കിടക്കുന്നു, റോത്താങ് പാസ്, അന്ന് കാരണം ഈ അടൽ ടണൽ വരുന്നതിന് മുമ്പാണ്. അപ്പൊ അതിന്റെ ഇത് പറയുന്നത് ആ ബസ്സിൽ നിന്ന് എനിക്ക് എന്താണ് ഈ ഓക്സിജൻ ഇഷ്യൂ ഉണ്ടാവില്ലേ നമുക്ക്, മറ്റേ എന്താ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്, അപ്പൊ അതുണ്ടാവുന്നു, മരിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. പിന്നെ ഫസ്റ്റ് പോയപ്പോ ലഡാക്ക് പോയപ്പോ ഞാൻ 2 അപ്പൊ അതുപോലെ എന്താണ് നമുക്ക് ഈ വയറ്റ് നോക്കൊക്കെ വരും, ഈ ഇഷ്യൂ വരും. അപ്പൊ നമ്മള് ബസ് നിർത്തുമ്പോ മറ്റേ കാര്യം സാധിക്കാൻ വേണ്ടി പോവും. അപ്പൊ എന്താണ് കാര്യം സാധിക്കാൻ പോകുമ്പോ ഓപ്പൺ സ്ഥലത്തായിരിക്കും, മഞ്ഞിലായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യമൊക്കെ ഒരു ജാള്യത തോന്നും, ഭയങ്കര നമ്മളെ അഭിമാന ഉളുപ്പ് ആ സാധനങ്ങളൊക്കെ. പിന്നെ അപ്പുറത്തുണ്ടാവും ആൾക്കാർ പാന്റ് അയച്ചിരിക്കണ്, ഇപ്പുറത്തുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റഡ് സാധനമാണല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു മൂപ്പര് പറയാ, എന്ത് അത്ര ഒന്നും ഇല്ല. അപ്പൊ മൂപ്പരെ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ പോയത്? ഞാൻ ഡൽഹിന്ന് ഫ്ലൈറ്റിൽ പോയി, ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു. ഫ്ലൈറ്റ് പോയ ചങ്ങായിക്കത് ലഡാക്ക്, ഫ്ലൈറ്റില് ഇവിടുന്ന് പോണു, താഴെത്തുന്നു. അത് രാത്രിയാ പോയത്. രാത്രി പോയി ലഡാക്ക് പോയാല്, ലഡാക്ക് പറഞ്ഞാൽ തന്നെ ആ ഹിമാലയത്തിലെ ആ അഡ്വഞ്ചർ സാധനമാണല്ലോ. അതിപ്പോ ലഡാക്ക് പോണോ കണക്കാണ്, അപ്പുറത്ത് മറ്റേ എന്താണ് ചാണ്ടിഗഡ് പോണോ കണക്കാ. അപ്പൊ അതാണ് മറ്റേ ഫുഡ് നോട്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവും, മറ്റേ ഡൈജഷന്റെ പ്രശ്നം ഉണ്ടാവും, അപ്പൊ വയറ്റൊന്നു പോവും.
അതിൽ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അല്ല ഞാന് മുമ്പ് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. നിങ്ങൾ എവിടെയോ പോയിട്ട് ഏതോ റിസോർട്ടിന്റെ ഹോട്ടലിന്റെ ടോയ്ലറ്റ് കേടെടുത്തിന്നോ? എന്റെ മോനെ അത് പറയല്ലേ. അതൊന്നും പബ്ലിക്കിൽ പറയാൻ ഇതിന്റെ അടുത്ത് പറഞ്ഞത് ആരാ? ഷെമീക്ക പറയും. ഷെമീക്ക അതിന്റെ ദൃക്സാക്ഷി. അതിന്റെ ആ സാധനത്തിന്റെ അത് അങ്ങനെയല്ല. അത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഫർമീസ് ഖാന്റെ ഒരു മെത്തേഡ് ഉണ്ട്. ഫർമീസ് ഖാന്റെ കൂടെ നമ്മൾ യാത്ര പോകുമ്പോ നമ്മള് പറയാണ് നല്ല രസം നല്ല സുഖം ഉണ്ടല്ലേ യാത്ര എന്ന് പറഞ്ഞാല് ഉണ്ടല്ലേ. എന്നാൽ അത് മൂപ്പര് എങ്ങനെങ്കിലും ഒക്കെ അത് ഒരു അലമ്പ് മീൻസ് കുറച്ച് ഇടങ്ങാറുണ്ടാക്കാൻ വേണ്ടിട്ട് മൂപ്പര് എന്ത് ചെയ്യും, മനഃപൂർവ്വം കുറച്ച് എലമെന്റുകൾ ഇടും. ഞങ്ങള് ഇവിടെ മറ്റേ എന്താണ് സ്പിറ്റി വാലിയിൽ പോകുന്നൊരു യാത്ര ഉണ്ട്. ഇനി ഈ ലഡാക്ക് സ്പിറ്റി ഇതില് കൊറോണക്ക് ശേഷം, കൊറോണന്റെ അവസാനത്തില്. അപ്പൊ അതില് ചിത്കുൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. സ്പിത്തിയിലേക്ക് നമ്മൾ പോവാണെങ്കിൽ റക്കോങ് പിയോ എത്തണം. റക്കോങ് പിയോന്റെ കുറച്ച് മുമ്പെന്ന് എന്താണ് ഒരു നദി കടന്നിട്ട് പോകണ്ട. അപ്പൊ മൂപ്പര് ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യാ ഇതിന്റെ ഒക്കെ ഒരു ജോഗ്രഫി ഇങ്ങനെ പറയാ. ഗൂഗിൾ മാപ്പ് ഇങ്ങനെ വെച്ച് ഇപ്പോഴാണ് ഗൂഗിൾ മാപ്പ്, പണ്ട് ഇങ്ങനെ മാപ്പ് തന്നെ വരച്ചിട്ടൊക്കെ പറയാം. അപ്പോ മൂപ്പര് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ചിത്കുൽക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നദി കടന്നാല് ഏതാ ബിയാസോ ചിന ഏതാ ബാസ്പയോ ബാപ്സി അങ്ങനെ ഏതോന്നാണ്, ബാസ്പയാന്ന് തോന്നുന്നു, ബാസ്പ നദി ഏതോന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് മുറിച്ച് കിടന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടുന്ന് എന്തെങ്കിലും വണ്ടി കിട്ടും. അപ്പൊ നമ്മള് വെറുതെ കാസ വരെ പോകണ്ട, അല്ല സോറി റക്കോങ് പിയോ വരെ പോകണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് ഈ ഒരു സ്ഥലം കറക്റ്റ് എനിക്ക് സ്ഥലത്തിന്റെ പേര് ഓർമ്മയില്ല, അവിടെ എത്തുമ്പോ ബസ്സുകാരനോട് നിർത്താൻ പറയണം എന്ന് പറഞ്ഞു. എപ്പോഴാന്നറിയോ? പുലർച്ചെ 2 മണിക്ക് അത് പറയണത്. എത്തൊരു 3-3:30 അവിടെ എത്തുന്ന സമയമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ബസ്സിലെ ഡ്രൈവറോട് പോയിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ സ്ഥലം ആ സ്ഥലത്ത് എന്ത് ചെയ്യണം, ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞ് നിങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നവരല്ലേ, പിന്നെ പെണ്ണുങ്ങളും ഒക്കെ ഉള്ളല്ലേ, ചെറിയ ആൾക്കാരൊക്കെ ഉള്ളല്ലേ, അവിടെ ഞങ്ങൾ ഇറക്കൂല, കാരണം അത്രയും കൊടും തണുപ്പായിരിക്കും ആ സമയത്ത്. പ്രത്യേകിച്ച് ഞങ്ങൾ തണുപ്പ് കാലത്തും കൂടെയാണല്ലോ പോണത്. അപ്പൊ ഇറക്കൂലെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പോയിട്ട് ഫർമീസ് ഖാനോട് പറഞ്ഞത് ഡ്രൈവർ പറയണത് നമുക്ക് റിസ്ക് ആണ്, അത്രയും തണുപ്പ് നമ്മളെ കൊണ്ട് അവിടെ ഒന്നുമില്ല, നമുക്ക് റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. ഡ്രൈവർ അങ്ങനെ പറഞ്ഞോ, നമ്മൾ ആടെ തന്നെ ഇറങ്ങണ്ടേ പറഞ്ഞു. മൂപ്പരെ മൈൻഡ് എന്താ വെച്ചാല് നമ്മള് യാത്ര കഴിഞ്ഞ് യാത്രയിൽ ഇടങ്ങാറുണ്ടാവും, പക്ഷെ ആ യാത്ര ഓർമ്മിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രൈസിസുകൾ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴോ ചില ഇടങ്ങാറുകളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ആ യാത്ര എന്ത് ചെയ്യാ പിന്നീടും അത് ഓർത്തു വെക്കുക എന്നുള്ളതാണ്. സന്തോഷങ്ങളായിരിക്കും സങ്കടങ്ങളായിരിക്കും നമ്മളെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. ആണോ എനിക്കറിയില്ല എന്താ ചെയ്യാ അങ്ങനെ പറയാൻ കാരണം. പിന്നെ പറയാം കാസന്റെ ആ കഥ അതൊരു മറ്റേ ബാബു രാമേന്ദ്രൻ പറഞ്ഞ ആ ഒരു വല്ലാത്ത കഥയാണ്. സംഭവം എന്താ വെച്ചാല് ഞങ്ങൾ ആ കാസ സ്പിറ്റി വാലി ആ ട്രിപ്പ് പോണത് കോവിഡിന്റെ തൊട്ട് ശേഷമാണ്. അപ്പൊ കോവിഡിന് ശേഷം നമുക്കെന്നെ പോകാനാവോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. അങ്ങനെ റക്കോങ് പിയോ പോണ്, ചിത്കുലൊക്കെ കഴിഞ്ഞിട്ട് റക്കോങ് പിയോ പോന്ന്. അപ്പൊ അവിടുന്ന് അറിയണത് ഞങ്ങള് പിറ്റേന്ന് രാവിലെ ഫസ്റ്റ്, അതായത് എത്രയോ മാസങ്ങൾക്ക് 5-8 എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് കോവിഡിന് ശേഷം എന്തുള്ളത് ആ ബസ് നമ്മളെ റക്കോങ് പിയോന്ന് കാസയിലേക്ക്, അതൊരു ലഡാക്ക് പോണ പോലത്തെ ഒരു റൂട്ടാട്ടോ, പോയില്ലെങ്കിൽ എന്തായാലും പോകേണ്ട റൂട്ടാ. അപ്പൊ ആ ബസ്, അപ്പൊ ഞങ്ങളെല്ലാരും ഭയങ്കര ഹാപ്പി, കാരണം ഇത് വൻ സംഭവമാണ്, കാരണം അത്രയും കാലമായിട്ടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് 9 ആൾക്കാരും പിന്നെ ഏതോ 1-2 ഒരാളെങ്ങനെ ബസ്സിലുള്ളത്. അങ്ങനെ ഞങ്ങള് HRTCന്റെ ബസ്, അതില് നമ്മളാ ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ടല്ലോ, ആ തപാലും സാധനങ്ങളില്ല. അപ്പൊ ഈ 5-8 മാസമായിട്ടുള്ള തപാല എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വലിയ ചാക്കുകളിലായിട്ട് ഇങ്ങനെ കത്തുകൾ, അതായത് കാലങ്ങളോടുള്ള കത്തുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. കാരണം ഇതൊന്നും പോയില്ലല്ലോ, ബസ്സില്ലാത്തോണ്ട്. ആ ബസ്സാണ് അതിന്റെ ഒരു സർവീസ്. അങ്ങനെ മോനെ വിറ്റ് ഞങ്ങള് കാസയിലെത്തുക വൈകുന്നേരമായി 4 മണിയോ അങ്ങനായി. അങ്ങനെ എത്തുമ്പോ അവിടെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോ വൻ വിജനത എന്നൊക്കെ പറഞ്ഞ വിജനത പ്രോമാക്സ്, പിന്നെ ഷോപ്പുകളൊക്കെ അടച്ച് അങ്ങനെ. അപ്പൊ സംഭവം എന്താ വെച്ചാൽ അവിടെ ലോക്ക്ഡൌൺ കഴിഞ്ഞില്ല, നമ്മള് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ കാസയിൽ എന്ത് ചെയ്തിട്ടില്ല, സ്റ്റിൽ ലോക്ക്ഡൌൺ ആണ്, കാരണം ഒരു കോവിഡിന്റെ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട്. അപ്പൊ ഞങ്ങൾ HRTCന്റെ ബസ്സിലാണ്. അപ്പൊ ആൾക്കാർ കൂടി ഇങ്ങനെ ഭയങ്കര ഒരു നമ്മളെന്തോ മറ്റെന്താ കൊലക്കേസ് പ്രതികളെ പോലെയാണ് നമ്മളെ കാണുന്നത്. അപ്പൊ പോലീസ് ഒന്ന് പറഞ്ഞെന്ത്
നിങ്ങൾ എങ്ങനെയാ വരാൻ പറ്റൂലല്ലോ ഇവിടെ, മറ്റെന്താണ് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോഴും. നമ്മൾ പറഞ്ഞു നമ്മള് HRTCന്റെ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെ വന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു പറഞ്ഞത് നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് കറങ്ങാനുള്ള അധികാരമല്ല, പറ്റൂല, കാരണം ഇവിടെ ലോക്ക്ഡൌൺ ആണ്. അന്ന് വൈകുന്നേരമായില്ലേ, നാളെ തന്നെ എന്ത് ചെയ്യണം, ഏർലി മോർണിംഗ് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊന്നും നമുക്കൊരു സിസ്റ്റവും ഇല്ല, ബസ്സില്ല, അതായത് ഇനി പിന്നെ ബസ്സില്ല അങ്ങോട്ടും. അപ്പൊ ഒരു പറഞ്ഞത് നിങ്ങൾ എങ്ങനെങ്കിലും അറേഞ്ച് ചെയ്യണം. അങ്ങനെ എനിക്ക് അവിടുത്തെ നമ്മളെന്താ ഈ അഡീഷണൽ എന്തോ ഒരു ഇതുണ്ട്, മജിസ്ട്രേറ്റ് അങ്ങനത്തെ ഒരു ഇത്, തഹസിൽദാർ പോലത്തെ. അപ്പൊ ഓരൊക്കെ ഇടപെട്ട് ഫർമീസ്ക്കൊക്കെ പോയി. അങ്ങനെ അവസാനം വിറ്റെന്താ വെച്ചാല് നമുക്ക് താമസമൊന്നുമില്ല, ആരും നമുക്ക് താമസമൊന്നും തരുന്നില്ല, ഹോട്ടലൊന്നും ഇല്ലല്ലോ, ഹോട്ടലും റൂമും ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അവസാനം എന്ത് ചെയ്ത് ഞങ്ങളുടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പിന്നെ നമ്മള് സ്പിതി പോയപ്പോ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് ഓർമ്മ പുതുക്കിനേ കേട്ടോ. ഓർമ്മ പുതുക്കി എന്തിനാന്നുള്ളതാണ് കഥ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ താമസം തന്ന് ആ റൂം എത്രയോ മാസങ്ങളോളം അത് ഉപയോഗിക്കാണ്ട് അങ്ങനെ വെച്ച. അപ്പൊ അവിടെ ഒരു ചെങ്ങായി ഉണ്ട്. അപ്പോ കാസ അങ്ങാടിയില് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, നമ്മളിനി പോവല്ലോ, അപ്പൊ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അവിടുന്ന് മൂപ്പരെന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് തന്ന് ഞങ്ങള് റൂം ഒക്കെ ആയി കിടന്ന്. അപ്പം ഏർലി മോർണിംഗ് മണാലിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരു ട്രാവലറും എന്ത് ചെയ്ത് നമ്മള് അറേഞ്ച് ചെയ്ത്, അതായത് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിട്ട്. അങ്ങനെ മോനെ ഞങ്ങള് പൊലിച്ച ഫുഡൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കഴിഞ്ഞ് ഒരു 3 മണിയോ 2 മണി 3 മണി എങ്ങനെ ആയപ്പോ വയറ്റുന്ന് ഭയങ്കര ഒരു അസ്വസ്ഥത, വയറ് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. മറ്റേ അതില് ഞാൻ അങ്ങനെ എണീച്ച് നോക്കുമ്പോണ്ട് ഷെമീക്ക് ഇങ്ങനെ കുത്തിരിക്കണം. ഞാനും ഷെമീക്ക് ലാസർ മാഷുണ്ട് പരപ്പനങ്ങാടുള്ള, നമ്മളെ ലാസർ മാഷല്ല, ഒരു ലാസർക്കായിട്ട് ലാസർ മാഷ്. മൂപ്പൊരു എന്ത് ചെയ്യാണ്, ഒരു റൂമില്ല, ഞങ്ങള് പുറത്തും ഓരൊക്കെ ഉള്ളിലുള്ള, അതായത് ഒരു ലോക്കിന്റെ ഡോറിന്റെ പുറത്ത്. അപ്പൊ ഞങ്ങൾക്ക് ഇത് എന്താണ് വയറ്റിന്ന് ഭയങ്കര അസ്വസ്ഥത. എന്താ ബാത്റൂമിൽ വെള്ളമല്ല. അപ്പോ അവിടുത്തെ എന്താണ് ഉള്ളിന്ന് വെള്ളം എടുക്കാന്ന് വിചാരിച്ചിട്ട് കൊറേ ഞങ്ങൾ ഇങ്ങനെ സഹിച്ചൊക്കെ നിന്ന്. നിങ്ങൾക്ക് അറിയില്ല ഇല്ല, അതായത് അവിടെ ആകെ ഒറ്റ ബാത്റൂമേ അന്ന് ഫംഗ്ഷനിങ് ഉള്ളൂ. ഞങ്ങളെ റൂമിലൊന്നും ബാത്റൂമിൽ വെള്ളമില്ല, ഞങ്ങള് പുറത്തും അല്ലേ. അങ്ങനെ ഞങ്ങള് എന്ത് ചെയ്ത് പിന്നെ ആ ഉള്ളിൽ തന്നെ ഉള്ള റൂം തട്ടി അപ്പൊ തുറന്ന് അന്നപ്പോഴല്ലേ വിറ്റ് ആടെ വരിയ എല്ലാരും ഒരു കപ്പ് വെള്ളം മക്കുമായിട്ട് -13 ഡിഗ്രി -13 ഡിഗ്രിയില് ആൾക്കാർ ക്യൂവാ. അപ്പൊ ഫുഡ് പോയിസൺ അടിച്ച എല്ലാവർക്കും തൂറ്റല് എന്നൊക്കെ പറഞ്ഞ തൂറ്റല് ഇജാതി തൂറ്റല്. അപ്പൊ വെള്ളത്തിന് ഭയങ്കര ഡിമാൻഡ്, ബാത്റൂമിന് ഡിമാൻഡ്. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ ഷെമീക്കാക്ക് വെള്ളം കൊടുത്ത്. പിന്നെ പോകുമ്പോ വെള്ളല്ല, എനിക്ക് മുട്ടി പറഞ്ഞ ഇജാതി മുട്ടല്, വെള്ളല്ല. അങ്ങനെ ഒടുവിൽ അത് ചെയ്യേണ്ടി വന്നു. അവിടുത്തെ ആ ഗസ്റ്റ് ഹൗസിന് കർട്ടനില് ബാത്റൂമിലും കർട്ടൻ ഉണ്ടായിരുന്നു. ആ ബാത്റൂമിലും കർട്ടൻ ഉണ്ട്. ഞാനാണ് അത് ചെയ്തതിന്, വേറെ ആളുകളത് ചെയ്തിട്ടുണ്ടോ അന്ന് ഏതായാലും വേറെ ആൾക്കാർ എന്തൊക്കെ ചെയ്തത് എനിക്കറിയില്ല. പൂർണ്ണമായി കുറ്റാരോപിതനും പാപിയും ഞാനായിരുന്നു. കാരണം എന്റേത് മാത്രം എന്ത് ചെയ്ത് ഞാൻ വെളിപ്പെടുത്തി അവസ്ഥയില്, ബാക്കിയുള്ള ആളുകളൊന്നും. അന്നാണ് മനുഷ്യന്റെ ബേസിക് നീഡെങ്ങാനുണ്ടല്ലോ മോനെ, അത് ഫുൾഫിൽ ആയില്ലെങ്കിലുള്ള അവസ്ഥ അജാതി പറഞ്ഞത്. അപ്പൊ ആരടുത്തോ മരുന്നുണ്ടേനി. അപ്പൊ ഏറെക്കുറെ ആ ട്രിപ്പിലുള്ള ആൾക്കാരൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് നിന്ന് അൽ സയ്യിദ് ഷഹീറിന്റെ ഞാനിങ്ങനെ മുമ്പിൽ ഇരിക്കുക, മുമ്പിൽ ഇരുന്നിട്ട് ട്രാവലർ മണാലിക്കുള്ളല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഡ്രൈവറോട് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട്, ബാത്റൂം കുറച്ചപ്പുറത്ത് പറഞ്ഞ് ഇയാളിനെയും കൊണ്ട് കുറേ പോയി. അവസാനം ഒരു അങ്ങാടി എത്തിയപ്പോ ഞങ്ങള് മണാലിക്ക് പോകുന്ന റൂട്ടാ. പിന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് നേരെ പോയിട്ട് അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോ മൂപ്പര് പറഞ്ഞത്
നേരെ തന്നെ കേട്ടോ, ട്രാഫിക് കൺട്രോൾ തന്നെ കുഴിയാണ് കുറെ. അങ്ങനെ ഒരു സ്ഥലത്ത് മൂപ്പര് പറഞ്ഞാൽ അതാ അവിടെ വണ്ടി നേടാക്കിട്ട് ഇവിടെ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചെന്തോ ബാത്റൂം ആയിരിക്കും, നോക്കുമ്പോ ഓപ്പൺ സ്പേസ് തന്നെയാണ്. അങ്ങനെ അത് യാത്രയിലെ ഒരു വല്ലാത്ത കഥയാ. എല്ലാവർക്കും ഉണ്ടാവും ഇതേപോലത്തെ തൂറ്റൽ കഥയൊക്കെ പറയാം, പക്ഷെ ഇന്റെ അത് കുറച്ച് കൂടി പോയി. അല്ല നിങ്ങള് വെളിപ്പെടുത്തുന്നോണ്ടേ ഞാനത് പറഞ്ഞ് അത് അന്നിട്ട് ആ സമയത്ത് തന്നെ 2-3 വട്ടം എനിക്ക് പോയി. എന്നിട്ട് ഉള്ളിലാള് പുറത്താള് എന്നിട്ട് ഞാൻ ഓർമ്മയുണ്ട് എനിക്ക്, ഞാൻ എന്നിട്ട് അന്ന് ടെമ്പറേച്ചറും നോക്കി സമയവും നോക്കി പുലച്ച 3:15 4 മണിക്കങ്ങ ഞാൻ എന്തുണ്ട് പുറത്ത് പോയിട്ടുണ്ട് അന്ന്. അവിടെ പുറത്ത് ഓപ്പൺ സ്പേസില് കിടുകിടാ വിറച്ചിട്ട്. അപ്പൊ അതൊക്കെയാണ് യാത്രയിലെ ഓർമ്മല്ലേ, നമ്മളെ മറക്കാനാവാത്ത യാത്ര. അപ്പൊ ഫർമീസ്കാരനായി എന്തെങ്കിലും ഒരു ഇടങ്ങാറുള്ളതുകൊണ്ട് ആ ദിവസവും ആ നിമിഷങ്ങളും അതിലുള്ള ഒക്കെ ഇപ്പോഴും ഒരു മാറത്തുള്ള മായേ 100 കേറാനും. അപ്പം ശരി, എന്തായാലും ഇതേപോലത്തെ ഷിറ്റ് സ്റ്റോറീസ് കേൾക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യാം. ഈ ടൈപ്പ് ഉടായ്പ ഊളക്കഥകളും എന്താണ് ഇതൊന്നും എപ്പോഴൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു മൂടായപ്പോ വെറുതെ ഇതാ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോണം, അങ്ങനെ അതിലെ എടുക്കണാണ്. ഓൾറെഡി ഇങ്ങനത്തെ കഥകൾ ഇഷ്ടംപോലെ ഉണ്ട്. ആ മൂഡ് വരുമ്പോഴേക്ക് പുറത്ത് വരും. ഓക്കെ, അപ്പൊ ഏതായാലും ഗൈസ് നിങ്ങളാരും ഇതേപോലെ ചെയ്യരുത്. പക്ഷെ നമ്മളെ യാത്രകളിൽ അനുകരിക്കരുത്. ചിൽഡ്രൻസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ ഗൈസ്, കമന്റ് ഒന്നും അടിക്കണ്ട, ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ.